പ്രൈസ് ലോർഡ്. ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ പുസ്തകം 37 മൂന്നും നാലും വാക്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്: യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് നൽകും. ഇവിടെ പറയുകയാണ്, സങ്കീർത്തനക്കാരൻ പറയുകയാണ്, കുഞ്ഞേ നീ ദൈവത്തിൽ തന്നെ നിലനിന്നു കൊള്ളുക, രസിച്ചു കൊള്ളുക, ദൈവത്തിൽ ആനന്ദിച്ചു കൊള്ളുക, നിന്റെ വിഷയങ്ങൾ ദൈവത്തോട് നീ പറഞ്ഞു കൊള്ളുക. നിശ്ചയമായും നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് നൽകി തരുവാൻ ഇടയായിത്തീരും. ദൈവം നിന്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരും. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നാം വിഷമിച്ച് ഭാരത്തോടെ ഇരിക്കും. നാളുകളിൽ നമ്മുടെ വിഷയങ്ങൾ എന്താ, ഇനി എന്റെ വിഷയങ്ങൾ നടക്കുമോ എന്നൊക്കെ നാം ഭാരപ്പെടുമ്പോൾ കർത്താവ് ഇവിടെ പറയുകയാണ്, നീ എന്നിൽ തന്നെ രസിച്ചു കൊള്ളുക, എന്നെ തന്നെ നീ എന്ത് ചെയ്യാ നിലനിൽക്കുക. എത്ര സമയങ്ങൾ പോയെന്ന് പറഞ്ഞാലും, എത്ര അല്ലെങ്കിൽ നാളുകൾ കഴിഞ്ഞു പോയെന്ന് പറഞ്ഞാലും, എത്ര ദിവസങ്ങൾ കഴിഞ്ഞാലും, നിന്റെ ആയുസ്, നിനക്ക് വയസ്സ് കൂടിയാലും, സമയങ്ങൾ പോയാലും, നീ പഠിച്ചിട്ടല്ലെങ്കിൽ നീ ജോലി എക്സ്പീരിയൻസ് ആയിട്ട് നാളുകൾ കഴിഞ്ഞു പോയാലും കർത്താവ് പറയുകയാണ്, നീ എന്നിൽ തന്നെ രസിച്ചു കൊള്ളുക, ഞാൻ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഞാൻ നിനക്ക് നൽകിത്തരും. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 145:19 പറയും, യഹോവ തന്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ സാധിപ്പിക്കും, അവൻ അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുമെന്ന്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാതിരിക്കുമ്പോൾ നാം പലപ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളെ പാരും, എന്തുകൊണ്ട് ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചു, എന്നിട്ട് എന്തുകൊണ്ടാണ് എനിക്കത് സാധിപ്പിച്ചു തരാത്തത്, അല്ലെങ്കിൽ ഞാൻ ശരിയായ ആഗ്രഹമല്ലേ എനിക്കുള്ളത്, അതും അങ്ങക്ക് ഇഷ്ടമല്ലയോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്, ഞാൻ ഈ വഴിയിലൂടെ പോകുന്നത്, അപ്പൊ ഞാൻ ഇന്ന ആളായി തീരണമല്ലേ, ഇന്ന വിദ്യാഭ്യാസത്തിലേക്ക്, ജോലിയിലേക്ക് ഞാൻ എത്തണം എന്നുള്ള എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും കടന്നു പോകാൻ എനിക്ക് കഴിയാത്തതെന്ന് ഇവിടെ നാം ചോദിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവന് സാധിപ്പിക്കും. ദൈവത്തിന്റെ സന്നിധിയിൽ ഭക്തിയോടിരിക്കുന്ന, ദൈവത്തിന്റെ സന്നിധി തന്റെ ആഗ്രഹങ്ങളെ സമർപ്പിക്കുന്ന, ആഗ്രഹങ്ങളെ പകരുന്ന തന്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിക്കും. അവിടെ അകത്തളങ്ങളെ ചെറുതും വലുതുമായ നിലവിളികളെ കേട്ട് കർത്താവ് എന്ത് ചെയ്യും? ഹല്ലേലൂയ, അവരെ രക്ഷിക്കും, അവിടുന്ന് വിടുവിക്കുവാൻ ഇടയാകും. യെശയ്യാപ്രവാചകൻ 58:14 ഇങ്ങനെ പറയുകയാണ്, ഞാൻ നിന്നെ ഉന്നതങ്ങളെ വാഹനമേറ്റി ഓടിക്കുമാറാക്കി, നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളിച്ചെയ്തു. ഇവിടെ പറയുകയാണ്, യഹോവയുടെ വായ ചെയ്തിരിക്കുകയാണ്. ദൈവം ഹല്ലേലൂയ വാഗ്ദത്തങ്ങളെ നൽകിയിരിക്കുകയാണ്. ഞാൻ നിന്നെ ദേശത്തിന്റെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കും. ദേശത്തിലെ ഉന്നതങ്ങളിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദിക്കത്തക്കവണ്ണം അല്ല, മാനിക്കത്തക്കവണ്ണം ദൈവം നിന്നെ എന്ത് ചെയ്യുക? മാനിക്കുവാനിടയാം. കൂട്ടുകാരി പരമമായ ദൈവം നിന്നെ ആനന്ദങ്ങൾ അഭിഷേകം ചെയ്യും. മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണത്തക്കവണ്ണം ദൈവം കുഞ്ഞെ നിന്റെ ജീവിതത്തിൽ വലിയവ ചെയ്യുവാനിടയാകും. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, എന്ത് ചെയ്യാ? നീ സർവശക്തിനെ പ്രമോദിക്കുക, ദൈവത്തിന്റെ മുഖത്തേക്ക് നീ നോക്ക്. നീ എന്ത് ചെയ്യണം? ആ ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ ഹല്ലേലൂയ നിന്നെ തന്നെ ദൈവത്തിനെ സമർപ്പിക്കുമ്പോൾ നിന്റെ വിഷയങ്ങളുടെ മറുപടികളെ അത് വേഗത്തിന്റെ കരങ്ങളിൽ എത്തും. അതുകൊണ്ട് പറയുന്നത്, നീ എന്ത് ചെയ്യാ? യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളണം. പലപ്പോഴും നാം പല കാര്യങ്ങളും നമ്മൾ ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്ക് നാം പോകുന്നു പലപ്പോഴും. എന്നാൽ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ഹല്ലേലൂയ യിരെമ്യാവ് പറയുന്നത്, യഹോവയിൽ ആശ്രയിക്കുക, യഹോവനെ ആശ്രയമായി ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെയുള്ളവർക്ക് ദൈവം എന്ത് ചെയ്യും? അവൻ ഭാഗ്യവാനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാ? നീ യഹോവയെ തന്നെ വിശ്വസിച്ച് ദൈവത്തെ തന്നെ നോക്കി, നിന്റെ ദൈവമുഖത്തേക്ക് നോക്കി നിലനിൽക്കുമ്പോൾ ദൈവം ജീവിതത്തിൽ ജയം നൽകുവാൻ ഇടയായിത്തീരും. പലപ്പോഴും നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ നാം ഇത്രയും പ്രാർത്ഥിച്ചു, ഇത്രയും പഠിച്ചു, എന്നിട്ടും എന്ത് ചെയ്യുക? അതിനൊന്നും പ്രതിഫലം ലഭിക്കാതിരിക്കുമ്പോൾ, അതൊക്കെ ദൈവസന്നിധിയിൽ അവധിയായിട്ടിരിക്കുമ്പോൾ, അതിനൊക്കെയും ഒരു ഫലം കാണാതിരിക്കുമ്പോൾ, അതിന് നിവർത്തികൾ കാണാതിരിക്കുന്ന നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവമേ എന്റെ ഭാവി, എന്റെ കൂടെ പഠിച്ചവരൊക്കെയും എന്ത് ചെയ്യുക? ഇന്ന് ഉന്നതങ്ങളിൽ നിൽക്കുമ്പോൾ എന്റെ ഭാവി, എന്റെ കുടുംബജീവിതം, എന്റെ കുഞ്ഞുങ്ങൾ, അവരെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുക? എനിക്ക് വലിയ ആഗ്രഹങ്ങളാണ് ഉള്ളത്. അവരെന്നോടൊപ്പം ദൈവസന്നിധി വേണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം വന്നാൽ എന്ത് ചെയ്യുക? പലപ്പോഴും എന്റെ
ആഗ്രഹങ്ങൾ എന്നിൽ മാത്രം ഒതുങ്ങി അതിനൊന്നും ഫലം കാണാതിരിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവേ, എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ അങ്ങ് അറിയുന്നില്ലേ? അപ്പൊ എന്റെ വിചാരങ്ങൾ അങ്ങ് അറിയുന്നില്ലേ? അല്ലേ ഇന്ന് നാം ദൈവത്തോട് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം നമ്മോട് പറയുകയാണ്, അതെ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ, നല്ല ആഗ്രഹങ്ങൾ ഞാൻ നിനക്ക് സാധിപ്പിച്ചു തരും. അല്ല, നീതിമാന്മാരുടെ നിലവിളിയെ ശ്രദ്ധിക്കുന്ന ഒരു കർത്താവ്, അപ്പൊ നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളും നിരൂപണങ്ങളും അറിയുന്ന കർത്താവ്, അത് ഇന്നവയെന്ന് ദൈവം അറിയാം. തിന്മയ്ക്കല്ല, നന്മയ്ക്ക്. ഇന്ന് താമസിക്കുന്നത് അല്ലെങ്കിൽ എന്ന് വല്ല നിങ്ങൾക്ക് താമസിച്ച് പോകുന്നെങ്കിൽ അത് തിന്മയ്ക്കല്ല കേട്ടോ, നിങ്ങളുടെ ജീവിത നന്മയ്ക്കായി കർത്താവ് മാറ്റും. അതിനെ വചന ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.